നമസ്കാരം. മഹാരോഗ പഠനത്തിൻ്റെ ക്യാൻസർ പഠനത്തിൻ്റെ 26ാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഭക്ഷണമേശകളിലെ വന്യമായ ആവേശം, ആക്രാന്തം ഇവയെല്ലാം രോഗകാരണമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ഈ അന്നവും അന്നത്തോടൊപ്പമുള്ള വിഭവങ്ങളുമെല്ലാം ആരൊക്കെയോ എവിടെയൊക്കെയോ എത്രയോ കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയവയാണ് ഞാൻ ഒരൽപ്പം പണം മുടക്കി ആഹരിക്കുന്നത് എന്ന ചിന്ത ആരുടെയൊക്കെയോ കൈകളിലൂടെ എത്രയോ ദേശങ്ങളിലൂടെ കൈമാറി പലരുടെയും ആഗ്രഹങ്ങളും ജീവിത ദുഃഖങ്ങളും പേറിയാണ് ഈ ആഹാരം എൻ്റെ കയ്യിൽ എത്തിയിട്ടുള്ളത് എന്ന ചിന്ത, അതിനൊന്നും സ്ഥാനമില്ലാത്ത വിധം ഒരു ആഹാരം ഒരു മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ആരൊക്കെയോ കൂടി പാകം ചെയ്തും വിളമ്പിയും തീന്മേശയിൽ വെച്ചിരിക്കുന്നു. അതിന് ഒരു നന്ദി അവരോട് പ്രകടിപ്പിക്കാൻ പോലും നമുക്ക് സമയമില്ലാതെ പോവുകയാണ്. ആർത്തിയോടെയും ആവേശത്തോടെയും ആയുധങ്ങളോടെയും ഇത് കുത്തിക്കീറി വലിച്ചു കീറി ചവച്ച് ഇറക്കാൻ പോലും സമയമില്ലാത്ത വിധം അകത്തേക്ക് വെട്ടി വിഴുങ്ങുന്ന ഒരു യുദ്ധഭൂമിയിലെ അതേ രംഗമാണ് ഓരോ തീന്മേശയിലും മനുഷ്യൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്, പാലിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആഹാരത്തിൻ്റെ രുചി പോലും അറിയാതെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എത്ര കഴിച്ചാലും തൃപ്തിയില്ലാത്ത വിധം മറ്റൊരാഹാരത്തിന് വേണ്ടി തേടുന്ന ഒരു മനസ്സോടെ അതും പോരാ ഇതും പോരാ എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ യുദ്ധഭൂമിയിൽ നമ്മളൊരാളെ കുറേ ആളുകളെ പടയാളികളെ കൊന്നു വീണ്ടും അടുത്തയാളെ കൊല്ലണം എന്നുള്ള ഒരാവേശം പോലെ തന്നെയാണ് ഇന്ന് ഭക്ഷണത്തെയും മനുഷ്യൻ കാണുന്നത്. യുദ്ധഭൂമിയിൽ ഒരിക്കലും ആരോഗ്യം സ്വപ്നം കാണാനുള്ള സമയമോ സന്ദർഭമോ അവസരമോ നമുക്കുണ്ടാകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആഹാരം തൃപ്തിയോടെ വിളമ്പിത്തരുന്ന, ശാന്തനായി തൃപ്തിയോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി വിളമ്പിത്തരുകയും അതിനെ കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് രുചിയോടെ നമ്മളെടുത്ത് കഴിക്കുകയും ആഹാരം പാചകം ചെയ്തവനെയും അത് വിളമ്പിത്തന്നവനെയുമെല്ലാം നന്ദിയോടെ സ്നേഹത്തോടെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയും ആഹാരം വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളൊരു ഭംഗിവാക്ക് പറയുകയും ഇത്തരം മനോഹരമായ മുഹൂർത്തങ്ങളെല്ലാം നമ്മുടെ ആഹാരത്തിൻ്റെ വേദികളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. അവയെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ കുറേയെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. ഈ ആഹാരത്തിൻ്റെ 4 വിധ ദഹനങ്ങളുണ്ട്. ഈ ദഹനങ്ങളുടെ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ മനസ്സ് ഈ തരത്തിൽ സൗമ്യവും ശാന്തവും സന്തോഷകരവും നന്ദിയുള്ളതും ആയിരിക്കാനാണ് നമ്മളേവരും ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ദഹിച്ചു വരുന്ന ഒരാഹാരത്തിന് മാത്രമേ നമ്മുടെ കോശങ്ങളെ അത് ഉദ്ദേശിക്കുന്ന പ്രകൃതി ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ അതിനെ നിലനിർത്താനും ആ നിലനിൽപ്പ് അടുത്ത കോശങ്ങളിലേക്ക് കൈമാറാനും കഴിയുകയുള്ളൂ. ഒരു കോശം മരിച്ച് അടുത്ത കോശം പുനർജനിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന കോശങ്ങളുടെ അറിവുകളും ഓർമ്മകളും സംതൃപ്തിയും നന്ദിയുമെല്ലാം കൈമാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അങ്ങനെ ആഹാരത്തെ ആരോഗ്യമായി പരിണമിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ചിന്തിക്കാൻ കഴിവില്ലാതെ നമ്മൾ നാളെ ആരുടെ എവിടെ എന്തിൻ്റെ എങ്ങനെ വെട്ടിപ്പിടിക്കാം എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് സമൂഹമാകെ കടന്നുപോയിരിക്കുന്നു. ഇതുതന്നെയാവില്ലേ നമ്മുടെ മഹാരോഗങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന്? നമ്മൾ മദ്യത്തെയും മാംസത്തെയും രാസവസ്തുക്കളെയും രോഗാണുക്കളെയും കുറ്റം പറഞ്ഞുകൊണ്ട് രോഗകാരണങ്ങളെ ശരീരത്തിന് പുറത്ത് തേടുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിന് പുറത്ത് തേടുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തെ കുറ്റം പറയും, ശാസ്ത്ര വളർച്ചയാണ് ഇതിൻ്റെ കാരണം എന്നെല്ലാം ബാഹ്യമായി കാരണത്തെ അന്വേഷിക്കുന്നതിന് പകരം തൻ്റെ ഉള്ളിലേക്ക് തിരയാനുള്ള ആർജവം ഇനിയെങ്കിലും കാണിച്ചാൽ ഇത്തരം രോഗങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കാം.
രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതി മറ്റൊരു പ്രധാന പ്രശ്നമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രന്ഥി, അപചി എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന രോഗങ്ങളാണ് ഇന്ന് ക്യാൻസറായിട്ടും ഹൃദ്രോഗമായിട്ടും കിഡ്നി രോഗങ്ങളായിട്ടും കരൾ രോഗങ്ങളായിട്ടും പ്രമേഹമായ രോഗങ്ങളായിട്ടും എല്ലാം അറിയപ്പെടുന്നത്. ഇവയെ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതി പൗരാണികന് ഉണ്ടായിരുന്നു. അതിൽ ഹൃദയരോഗങ്ങളെയാണ് ഏറ്റവും നിസ്സാരമായിട്ട് അതിലളിതമായിട്ട് ഒരു ജലദോഷം പോലെ കണ്ട് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പാളയംകോടൻ വാഴയുടെ കുല, അതിൻ്റെ തണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഊറി വരുന്ന കറ വെറുമൊരു 15 ml 1/2 ഔൺസ് ചുടുവെള്ളത്തിൽ 11 ദിവസം കഴിച്ചാൽ ഏത് ഹാർട്ട് ബ്ലോക്കും മാറുമെന്ന് ഗുരുനാഥൻ സ്വാമി നിർമ്മലാനന്ദഗിരി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എൻ്റെ ചികിത്സാലയത്തിൽ വരുന്നവർക്ക് പലർക്കും കൊടുത്ത് അവരെല്ലാം അനുഭവസ്ഥരുമാണ്. ഇത്രയും നിസ്സാരമായിട്ട് ഒരുവിധം ഹൃദയരോഗങ്ങളെ മുഴുവൻ, ഹൃദയത്തിൻ്റെ വാൽവുകൾ നന്നായി പ്രവർത്തിക്കും, ഹൃദയത്തിൻ്റെ മിടിപ്പ് ക്രമപ്പെടും, അവിടേക്കുള്ള ബ്ലോക്കുകളെല്ലാം അലിഞ്ഞു പോകും. ഇത്രയും ഫലമുള്ള ഒരു ഔഷധം നമ്മുടെ പറമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഓപ്പറേഷനും മറ്റ് വലിയ വലിയ ചികിത്സകൾക്കും കടന്നു പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മടിയാണ്. ദിവസവും പോയിട്ട് ഈ കൊല വെട്ടണം, അതിൻ്റെ കറയെടുക്കണം, അത് ചുടുവെള്ളത്തിൽ കലക്കണം, രാവിലെ വെറും വയറ്റിലത് കഴിക്കേണ്ടത് കൊണ്ട് അത്തരം മടിയന്മാർക്ക് വേണ്ടി നമ്മളത് ചൂർണത്തിൽ, നമ്മുടെ നിത്യഹരി ചൂർണത്തിൽ ഒരു വിഭാഗം ചൂർണത്തിൽ ഇതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നിത്യഹരി ചൂർണം പതിവായിട്ട് ഉപയോഗിച്ചാലും ഹാർട്ട് ബ്ലോക്ക് മാറുന്നതായിട്ട് അനുഭവമുണ്ട്. മടിയന്മാർക്ക് വേണ്ടിയാണത്. അത് 11 ദിവസം മതിയാവില്ല, 1-2 മാസങ്ങൾ കഴിക്കേണ്ടി വരും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെറും 11 ദിവസം കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് വളരെ നിസ്സാരമായിട്ട് സുഖപ്പെടുത്താവുന്ന ഒരു രോഗത്തിനാണ് നമ്മൾ ജീവിതം മുഴുവൻ മരുന്ന് കഴിക്കുന്നതും. ഈ ബ്ലോക്ക് എന്ന് കേട്ട് ഭയപ്പെട്ട് അവരുടെ ചിട്ടകളും വട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഇനി ഇതും കഴിയാത്തവർക്ക് ആയുർവേദ ശാസ്ത്രപ്രകാരമുള്ള അശ്വഗന്ധാരിഷ്ടം, പാർത്ഥാരിഷ്ടം, സുവർണമുക്താദി ഗുളിക, ഗോരോചനാദി ഗുളിക, അതുപോലെ ദശമൂലഹരിതകി, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ അവസ്ഥയനുസരിച്ച് അവരുടെ വാതപിത്ത കഫങ്ങളുടെ നിലയനുസരിച്ചെല്ലാം ആചാര്യന്മാർ ഇത്തരം മരുന്നുകളും നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കറയെടുക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത്തരം സൗകര്യങ്ങളൊക്കെ ആയുർവേദാചാര്യന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഉള്ള ഒരു ചികിത്സാശാസ്ത്രത്തെ അവഗണിച്ചുകൊണ്ടാണ്, അതായത് രോഗം, അതിൻ്റെ സംപ്രാപ്തി, വിവരണം, പൂർവ്വരൂപം, ചികിത്സ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചു വെച്ചിട്ട് ആ പൗരാണികനോടുള്ള അവജ്ഞയും പുച്ഛവും പേറി ജീവിക്കുന്ന നമുക്ക് ഇന്ന് മനഃശാന്തി കിട്ടിയോ ആരോഗ്യം കിട്ടിയോ എന്നാണ് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ദിനേന വർദ്ധിച്ചു വരികയാണ്. ഈ വർഷമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളല്ല അടുത്ത വർഷം ഉണ്ടാകുന്നത്. ഒരുപാട് എണ്ണം കൂടുകയാണ്. എന്നിട്ട് ആരോഗ്യത്തിൽ വല്ല മെച്ചവുമുണ്ടോ? ഇത്രയും രോഗങ്ങളെ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നവർ അത്രയധികം ആ ചെലവാക്കിയ പണമെല്ലാം മുതലാക്കുവാൻ എന്തുമാത്രം രോഗികളെ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് രോഗമുണ്ടാക്കാനുള്ള കാര്യങ്ങളും മറുഭാഗത്ത് രോഗത്തെ സുഖപ്പെടുത്താനുള്ള കാര്യങ്ങളുമാണ് സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രോഗം പൂർണ്ണമായി മാറ്റുന്നതിനോടും ആധുനിക ശാസ്ത്രം വിയോജിച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രോഗത്തെ മാറ്റി മറ്റൊരു രോഗമാക്കി കാലാകാലവും ഈ രോഗി ഒരു കറവ പശുവായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ പിടിയിൽപ്പെട്ടാണ് നമ്മളെല്ലാം ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 26-ാം ഭാഗം അവസാനിപ്പിക്കുന്നു.
നമസ്തേ.